ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഏകദേശം ഒരു 2 വർഷമായി ഇങ്ങനൊരു ഇൻട്രോ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ട്. ശരിക്കും പറയാണ്ടിരുന്ന് മറന്നുപോയി എങ്ങനെയായിരുന്നു പറയേണ്ടത്. ലാസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ എൻ്റെ പോസ്റ്റ്മോർട്ടം ഫേസിനെ കുറിച്ചിട്ടായിരുന്നു. ശരിക്കും ഞാൻ 2 പ്രാവശ്യം ആ വീഡിയോ റെക്കോർഡ് ചെയ്തു. പക്ഷേ 2 പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്തെങ്കിലും എനിക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ആ വീഡിയോ ഞാൻ ചെയ്തപ്പം എനിക്കത് ചെയ്യുമ്പം എന്തോ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടമോ എനിക്കറിയില്ല. അതെനിക്ക് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ ചെയ്യുമ്പം ഞാൻ അപ്പോഴും ആ ഫേസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ആ ഫേസിൽ നിന്ന് പുറത്ത് വരാതെ എനിക്ക് ബാക്കിയുള്ളവരോട് അതിനെപ്പറ്റി പറഞ്ഞുതരാൻ ഞാൻ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ശരിക്കും ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുക്കാമെന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചത്. പക്ഷെ ബ്രേക്ക് കുറച്ചൊന്ന് നീണ്ടുപോയി. പിന്നെ ആ സമയത്ത് കുറച്ച് അമ്മമാർ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, കമൻസിലൂടെയും ഇൻസ്റ്റാഗ്രാമിലും മെയിൽസിലും ഒക്കെ. അപ്പം എനിക്കതെന്ന് മനസ്സിലായത്, എനിക്ക് ഉണ്ടായ കൺഫ്യൂഷൻ, അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നമുക്കൊരു ബേബിനെ കൊണ്ടു തരുമ്പോൾ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കൊന്നും അറിയില്ല. ശരിക്കും നമുക്ക് പ്രഗ്നൻസി എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മൾ വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെയായിരുന്നു എന്നെ അപ്രോച്ച് ചെയ്ത അമ്മമാരെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൺഫ്യൂഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്തതും കൊണ്ട് കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം എൻ്റെ ബേബി നിങ്ങളുടെ ബേബി ഡിഫറെൻറ്റാണ് അല്ലേ? ഓരോ ബേബീസും ഡിഫറെൻറ്റാണ്. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എൻ്റെ അറിവ് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിച്ചിട്ട് വേണം പറയാമെന്ന എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അപ്പം ഞാൻ ശരിക്കും ഈ ഒരു ടൈം പീരീഡ് അതിനാണ് യൂസ് ചെയ്തത്. അപ്പം ഇപ്പം ഞാൻ ശരിക്കും ഒരു സർട്ടിഫൈഡ് ലാക്ടേഷൻ കൗൺസിലറാണ്. അപ്പം ഇനി എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ശരിക്കും ഇപ്പോഴും വീഡിയോ എടുത്ത് തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ ഇപ്പോഴും ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുക. IBCLC എന്ന് പറയും. അതായത് ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ആവാനുള്ളൊരു പ്രോസസ്സിലും കൂടിയാണ് ഇപ്പം. അതുകൂടി കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടോന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു വീഡിയോയിൽ കാണിച്ചത് ബ്രസ്റ്റ് മിൽക്ക്, ഞാൻ നിങ്ങളെ വരും വീഡിയോസിൽ അത് കാണിക്കാം, ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രസ്റ്റ് മിൽക്ക് ഫ്രീസറിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ബോട്ടിലാക്കി ബേബിക്ക് കൊടുക്കുക. അതൊരിക്കലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നി, അത് അറിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ August 1 to 7 എന്ന് പറയുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്കാണ്. ഈ സമയത്ത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാണ്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത്, അതൊരു ആസ് എ ലാക്ടേഷൻ കൗൺസിലർ ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു ദിസ് ഇസ് ഹൈ ടൈം, ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് ഇടാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ വന്നത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും ഫ്രം സ്ക്രാച്ച്. അതായത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു ബേബിനെ കൊണ്ടു തന്നാൽ നമ്മൾ ആ ബേബിനെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങേണ്ടത്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് എന്താണ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ലാച്ചിങ് എന്താണ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പൊസിഷൻസ് എന്താണ്, അങ്ങനെ പല വീഡിയോസും നമുക്കിനി ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വെൽക്കം ടു ഓൾ ദ മോം ആൻഡ് ഡാഡ്സ് വൺസ് അഗൈൻ ടു ബീങ് മോം വിത്ത് അഞ്ജു. അപ്പം വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഈ ചാനലിലൂടെ കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.